നമ്മൾ പഠിക്കാൻ പോകുന്നത് അയൺ ബോക്സിനെ കുറിച്ചിട്ടാണ്. അയൺ ബോക്സിൽ വരുന്നത് കൂടുതൽ രണ്ട് കംപ്ലൈൻ്റ് ആണ്. ഒന്ന് ഈ കോഡ് വയർ, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കോയിലുണ്ട്, അതുമാണ്. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഇതാണ് അയൺ ബോക്സിൻ്റെ കോയിൽ ഫിറ്റിംഗ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് അയൺ ബോക്സിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ്. അയൺ ബോക്സിൽ വരുന്നത് ഒരു 4 ഇലക്ട്രിക് ഫിറ്റിങ്സുകളാണ്. ഒന്ന് ഈ കോഡ് വയർ, രണ്ടാമത് ഈ കോയിൽ, ഹീറ്റിംഗ് എലിമിനേറ്റർ എന്ന് പറയും. അടുത്തത് തെർമോസ്റ്റാറ്റ്, അങ്ങനെ 3ആയി. ഇതൊരു നിയോൺ ബൾബ് എന്ന് പറയും, ഇൻഡിക്കേറ്റർ. അങ്ങനെ 4 ഐറ്റമാണ് അയൺ ബോക്സിൽ ഉണ്ടാവുന്നത്. ഇതിൽ കൂടുതലായി കംപ്ലൈൻറ്റ് വരുന്നത് അധികം കോഡ് വയറാണ്. അത് കഴിഞ്ഞാൽ ഈ കോയിലാണ് കംപ്ലൈൻറ്റ് വരിക. ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതാണ്. കോയിലിൻ്റെ 2 എൻഡിലും സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഒരു വയർ കോയിലിൻ്റെ എൻഡിൽ ജോയിൻ്റ് അടിക്കണം. തെർമോസ്റ്റാറ്റിൻ്റെ ഇന്നൊരു വയറിൻ്റെ എൻഡ് അതിനെ നമ്മൾ പ്ലഗിൻ്റെ എൻഡിലേക്കാണ് കൊടുക്കുന്നത്. എഴുതിയതിലേക്കാണ്. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ. പിന്നെ കോയിലിൻ്റെ ഇന്നൊരു എൻഡിലാണ് ന്യൂട്രൽ കണക്ഷൻ. അതിലും പ്ലഗിൽ ന്യൂട്രൽ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൽ കൊടുക്കണം. അങ്ങനെ നമുക്ക് പിന്നെ ഈ ഇൻഡിക്കേറ്റർ നിയോൺ ബൾബിൻ്റെ കണക്ഷൻ ഈ കോയിലിൻ്റെ 2 എൻഡിലും ഓരോന്നും കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. അതായത് നമ്മൾ ഈ 3 പിൻ ടോപ്പ് പ്ലഗിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ കോയിലിലേക്ക് കണക്ഷൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് തിരിക്കുമ്പോൾ ഇത് എത്ര ചൂട് വേണോ അത് നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് ഈ തെർമോസ്റ്റാറ്റ്. അതായത് നമ്മളൊരു അയൺ ബോക്സ് നേരാക്കുകയാണെങ്കിൽ ഈ കോഡ് വയർ മാത്രമാണ് എന്ന് പോയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ ഈ അയൺ ബോക്സിൻ്റെ ബാക്കത്തെ കവർ അയച്ചു കഴിഞ്ഞാൽ ഒരു 3 സ്ക്രൂ ഉണ്ടാവും. അതിൽ ഇങ്ങനെ ന്യൂട്രൽ, ഫേസ്, ഇങ്ങനെ എർത്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ 3 സ്ക്രൂ അയച്ചതിന് ശേഷം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ കോഡ് വയർ ചെക്ക് ചെയ്യുന്ന സെറ്റപ്പ്. അത് നമുക്ക് ഇത് അയച്ച് മാറ്റിയതിന് ശേഷം പെൻസിൽ ബാറ്ററി ഇടുന്ന ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉണ്ട്. അത് നമുക്ക് ഈ ന്യൂട്രലിൽ വെക്കണോ, അത് ബ്ലാക്ക് വയർ ആയിരിക്കും അതിൻ്റെ എൻഡിലും കൊടുക്കണം. അങ്ങനെ അത് വർക്ക് ചെയ്യേണ്ടി ലൈറ്റ് കത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ ന്യൂട്രൽ ഓക്കെയാണ്. അതുപോലെ ഫേസിലും കൊടുക്കണം, അത് കത്തുണ്ടെങ്കിൽ ഓക്കെയാണ്. അതുപോലെ എർത്തിലും കൊടുക്കണം. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ലൈറ്റ് കത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഡ് വയർ കംപ്ലൈൻ്റ് ഇല്ല എന്ന് ഉറപ്പിക്കാം. അത് കണ്ടിന്യൂ ടെസ്റ്ററിൽ ചെക്ക് ചെയ്യുന്ന രീതി. ഇന്നൊരു രീതിയും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മളുടെ ഈ പ്ലഗിൻ്റെ ഈ കോഡ് വയറിൻ്റെ 3 എൻഡും എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു എൻഡ് പ്ലഗ് ബോർഡിൽ ഫേസ് എന്ന ഒരു ഭാഗത്ത് നമ്മൾ ഈ കുത്തി നോക്കുക, ഫേസ് ടെസ്റ്റ് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ അതിൽ ആ വയറിൻ്റെ ഒരു എൻഡ് കുത്തിയിട്ട് ഈ പ്ലഗിൻ്റെ ഒരു എൻഡിൽ ഇങ്ങനെ ടെസ്റ്റർ വെച്ച് നോക്കുക. അപ്പോൾ എവിടെയാണോ വരുന്നത് പവർ ലൈറ്റ് ഇൻഡക്ഷൻ പോലെ ചെറുതായിട്ട് കത്തുണ്ടാവും. പവർ കൂടിയതാണ് നമ്മൾ കുത്തിയ വയർ എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ അതിൽ കറണ്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ കോഡ് വയർ കംപ്ലൈൻ്റ് ഇല്ല. അതുപോലെ ന്യൂട്രൽ നമ്മൾ പ്ലഗിൽ കുത്തണം. അപ്പോൾ നമ്മളിത് കോഡ് വയർ കംപ്ലൈൻ്റ് ഇല്ല. പക്ഷേ ലൈറ്റ് കത്തണില്ല എന്നുണ്ടെങ്കിൽ കോഡ് വയർ കംപ്ലൈൻ്റ് ആണ് പറഞ്ഞിട്ട് നമുക്ക് കോഡ് വയർ മാറ്റാം. അപ്പോൾ ഈ 3 സ്ക്രൂ അയച്ച് മാറ്റാം. അതുപോലെ തന്നെ എർത്ത്, ഫേസ്, ന്യൂട്രൽ എന്നുണ്ടാവും, അതിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൊടുക്കുക. ഈ കളർ നിയന്ത്രിക്കുക. അതായത് ഗ്രീന്, ബ്ലാക്ക്, റെഡ്, ഇങ്ങനെയായിരിക്കും അതിൻ്റെ കണക്ഷൻ. പിന്നെ ഈ അയൺ ബോക്സിൻ്റെ കോഡ് വയർ നമുക്ക് കണ്ടറിയാം. അത് ഇങ്ങനെ ചതഞ്ഞ് അടിയിൽ പൊട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ കോഡ് വയർ വീട്ടിലുള്ളവർക്ക് തന്നെ മാറ്റാവുന്നതാണ്. നമുക്ക് വീട്ടിൽ ഈ കണ്ടിന്യൂ ടെസ്റ്റർ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇത് കഴിഞ്ഞത് എൻ്റെ വീഡിയോ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കോയിൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന സെറ്റപ്പ് കണ്ടിന്യൂ ടെസ്റ്ററിലും കാണിക്കുന്നത്, സീരിയൽ ബോർഡിലും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോയിൽ മാറ്റുന്ന രീതി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഈ തെർമോസ്റ്റാറ്റ് നമുക്ക് 2 സ്ക്രൂ ഉണ്ടാവും. അത് അയച്ചു കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് മാറ്റാം. തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യുന്ന രീതി, കോയിൽ ചെക്ക് ചെയ്യുന്ന രീതി. തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോയിലിൻ്റെ കണക്ഷൻ ഇതൊക്കെ അയച്ചു മാറ്റിയ ശേഷം കണക്ഷൻ കൊടുത്തിട്ട് തെർമോസ്റ്റാറ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഓൺ ആവുകൊണ്ട് ഓഫ് ആവുകൊണ്ട് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇതാണ് അയൺ ബോക്സിൽ വരുന്ന രീതി. നമുക്ക് സിമ്പിളായിട്ടുള്ള രീതിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ആൾക്ക് വേണമെങ്കിൽ ചെറിയ ടെക്നിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മാറ്റി ഇയോൺ ബൾബ് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഈ കോയിൽ വാങ്ങാൻ കിട്ടും. കോയിലിനൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ. അത് തെർമോസ്റ്റാറ്റ് വാങ്ങാൻ കിട്ടും. ഈ അയൺ ബോക്സ് ഈ കോയിൽ മാറ്റുകയാണെങ്കിൽ അതിങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം ഈ കോയിൽ നല്ലോണം ചൂടാക്കും. ഫേസ് ന്യൂട്രലും കണക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് ഒരു അപ്പോൾ 60 സെക്കൻഡ് ചൂടാക്കിയ ശേഷം ഉടനെ പ്ലെയറിലെടുത്ത് വെച്ച് അത് ടൈറ്റായിട്ട് അടിച്ചിറക്കുന്ന രീതിയൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് അടിച്ചിറക്കുമ്പോൾ ഈ കോയിലിൻ്റെ ഇത് അലുമിനിയത്തിൻ്റെ ഒരു കോയിലാണ്. അപ്പോൾ അതൊന്നും പൊട്ടാണ്ട് കറക്റ്റായിട്ട് ടൈറ്റിൽ തന്നെ അടിച്ചിറക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള കപ്പൊക്കെ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് വെക്കുക.
അപ്പോൾ നമുക്കൊരു വീട്ടിലുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഈ കോഡ് വയർ മാറ്റാം. പിന്നെ നിങ്ങളൊരു ഇലക്ട്രീഷ്യനാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അയൺ ബോക്സിൻ്റെ ഈ കോയിൽ മാറ്റാം. ഈ മാറ്റുന്ന രീതി, ചെക്ക് ചെയ്യുന്ന രീതിയെല്ലാം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരണേ. ഈ വീഡിയോ അവസാനം വരെയും കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉപകാരപ്പെടും. ഒരു വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെല്ലാം രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ അങ്ങനത്തെ വീഡിയോസാണ് ഈ യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ അയൺ ബോക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കാണൂ. അപ്പോൾ നമുക്ക് അയൺ ബോക്സ് റിപ്പയറിങ് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം കോഡ് വയർ ഒന്ന് ചെക്ക് ചെയ്യുക. സീരിയലിലും ചെക്ക് ചെയ്യുക, കണ്ടിന്യൂറ്റി ടെസ്റ്ററിലും ചെക്ക് ചെയ്യാം. നേരിട്ട് കോഡ് വയർ ഫേസിൽ കുത്തിയിട്ടും ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് 3 ടൈപ്പിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ടൈപ്പിലാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ് നേരിട്ട് കുത്തിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇതാണ് പെൻസിൽ ബാറ്ററി ഇടുന്ന കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ്. കണ്ടിന്യൂറ്റി ടെസ്റ്ററിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കോഡ് വയർ കംപ്ലൈൻ്റ് ഇല്ല. നമുക്ക് കോയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. കോയിൽ നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്ററിലും സീരിയലിലും ചെക്ക് ചെയ്യാം. അപ്പോൾ കോയിൽ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കോയിൽ അയച്ച് മാറ്റിയിട്ട് പുതിയ കോയിൽ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് തെർമോസ്റ്റാറ്റാണ്. തെർമോസ്റ്റാറ്റും കംപ്ലൈൻ്റ് ഇല്ല. തെർമോസ്റ്റാറ്റ് തിരിച്ച് നോക്കിയാൽ അത് ഓൺ ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോയിലൊന്ന് അയച്ചെടുക്കാം. അങ്ങനെ കുറച്ച് നേരം നമ്പി കഴിഞ്ഞാൽ കോയിൽ അയച്ചു വരും. തെർമോസ്റ്റാറ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കോയിൽ അയച്ച് മാറ്റാം. പിന്നെ പുതിയ കോയിൽ നല്ലോണം ചൂടാക്കിയ ശേഷം അത് നമുക്ക് അതിൽ അടിച്ചിറക്കാവുന്നതാണ്. കോയിൽ ചൂടാക്കിയ ശേഷം മരം വെച്ച് കറക്റ്റായിട്ട് അടിച്ചിറക്കുക. ഇതാണ് കോയിൽ മാറ്റുന്നത്. കണ്ടിന്യൂസ് ടെസ്റ്ററിലും സീരിയലും നമ്മൾ കോയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ബോഡി ഷോട്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷം നമ്മളിതിപ്പോൾ ഇനി തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്യുകയാണ്. അതിന് മുകളിലൊരു കാസ്റ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ട്, അത് നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെയിറ്റുള്ളൊരു സാധനമാണ്. ഫുൾ ടൈറ്റ് ചെയ്യുക. ഒരു കണക്ഷൻ കൂടി കൊടുക്കാണ്ട്. അപ്പോൾ നമുക്ക് ആ കണക്ഷൻ കൊടുത്തിട്ട് ബോഡി അടയ്ക്കാം. നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ സ്ക്രൂ ഒക്കെ നല്ലോണം ടൈറ്റ് ചെയ്യുക. ബോഡി ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കോഡ് വയറൊക്കെ കണക്ഷൻ കൊടുക്കുക. ഇതാണ് അയൺ ബോക്സ് ഫിറ്റ് ചെയ്യുന്ന രീതി. കോഡ് വയർ കണക്ഷൻ കൊടുത്തതിന് ശേഷം സ്ക്രൂ ചെയ്യുക. എന്നിട്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബോഡി ഷോട്ടൊക്കെ ഒന്ന് ടെസ്റ്റർ വെച്ച് നോക്കാം. സീരിയലിൽ കൊടുത്തപ്പോൾ കത്തുന്നുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടൊന്ന് നോക്കാം, ഓണാക്കി നോക്കാം. അപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. നേരത്തെ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു, ചൂടാവണില്ല. ഇതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് കോയിലാണ് കംപ്ലൈൻറ്റ് എന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ.